ലൈക്ക് ലിക്ക് LIK എന്തിലോട്ടെ ലവ് ഇൻഷുറൻസ് കമ്പനി ഈ പടം കണ്ടു. ഇത് കാലം തെറ്റി റിലീസായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെന്താണെന്നുള്ളത് ഞാൻ റിവ്യൂവിൽ പറയാം. അപ്പൊ ഇത് ഇൻട്രോടാ, റിവ്യൂ വെറും. അപ്പൊ വിഘ്നേഷ് ശിവൻ രചനയും സംവിധാനവും നിർവഹിച്ച പടമാണ്. പേഴ്സണലി എനിക്ക് പുള്ളിയുടെ നാനും റൗഡി താൻ ഫേവറേറ്റ് ആയിട്ടുള്ള തമിഴ് പടങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പടം നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടും കാണാൻ തീരുമാനിച്ചത്. നയൻതാരയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. പ്രദീപ് രംഗനാഥൻ, SJ സൂര്യ, കൃതി ഷെട്ടിയൊക്കെ അഭിനയിച്ച ലൈക്ക് എന്ന ഈ തമിഴ് സൈഫൈ റോംകോം സിനിമയെ കുറിച്ചാണ് ഇന്ന്. നടുവിരൽ കാണിച്ചോടി രക്ഷപ്പെടും, നടുവിരൽ കാണിച്ചോടി രക്ഷപ്പെടും. 2040 ഒരു ചെറുക്കന്റെയും പെണ്ണിന്റെയും പ്രേമത്തിനിടയിൽ ഒരു ആപ്പ് വില്ലനാവുന്നതാണ് ലൈക്ക് എന്ന പടത്തിന്റെ കഥ. ആപ്പ് വെക്കുന്നു. പടം എപ്പടി ഇരിക്കുന്നു കേട്ടാ നടുവിരൽ കാണിച്ചോടി രക്ഷപ്പെടും, നടുവിരൽ കാണിച്ചോടി രക്ഷപ്പെടും. ഓവറായിട്ടോ ക്രിഞ്ചായിട്ടോ തോന്നിയോ? അത് തന്നെയാണ് ഈ പടം കാണുമ്പോഴും തോന്നുക. കുപ്പപ്പടം. കാലം തെറ്റി ഇറങ്ങിയ പടം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കഴിഞ്ഞ സെപ്റ്റംബറിലെങ്ങാണ്ട് ഇറങ്ങേണ്ട പടമായിരുന്നു. അതിങ്ങനെ മാറ്റി വെച്ച് കാലം തെറ്റി ഇപ്പോഴാണ് ഇറങ്ങിയത്. പക്ഷെ ശരിക്കും ഇത് 2026 കാലം തെറ്റിയത്. അതുക്കും മുന്നാലെ ഒരു 1999 ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു. അതും വല്ല ഹിന്ദിയിൽ വല്ലതും ഇറങ്ങണമായിരുന്നു എങ്കിൽ അപ്പോഴും പൊട്ടിപ്പോയനെ. കാരണം അത്ര ഓഞ്ഞ കഥയാണ്. ഈ കഥയും കഥാപാത്രങ്ങളും ഒരു കിടുതാപ്പുമായിട്ടും കണക്ട് ആവാത്ത പടം ഏത് കാലത്ത് ഇറങ്ങിയിട്ട് എന്തിനാണ്? സോ കാലം തെറ്റിയല്ല, ലോകം തെറ്റി തന്നെ ഇറങ്ങിയ ഒരു പടമാണത്. ആകെ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ധീമ, നായികയുടെ കഥാപാത്രത്തിന്റെ പേരാണ്. ആ പേര് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി, കൊള്ളാമായിരുന്നു. ധീമ എന്ന പാട്ടും രസം ഉണ്ടായിരുന്നു. സംഭവം മൊബൈൽ ഫോൺ അഡിക്ഷൻ മൂലം മനുഷ്യർ തല താഴ്ത്തുന്നു, യഥാർത്ഥ ലോകം അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാൻ മറക്കുന്നു, ഇമോഷൻസ് ഒക്കെ മറക്കുന്നു എന്നുള്ളതാണ് പടം പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പടം കാണുമ്പോൾ നമ്മൾ തന്നെ ലാഗടിച്ചിട്ട് മൊബൈലിൽ നോക്കിപ്പോകും. പിന്നെ ഈ ഭാവി കാലം കാണിക്കാൻ വേണ്ടി ചില ഐറ്റംസ് ഒക്കെ പടത്തിൽ കാണിച്ചു കൊള്ളാമായിരുന്നു. ആ വേൾഡിലെ ചിലത് മാത്രം. ഇപ്പം നായികയുടെ ഡ്രസ്സ്, പടത്തിൽ കാണിക്കുന്ന ചില ഗാഡ്ജറ്റ്സ്, 9G, തിരുച്ചിത്രമ്പലം 2, അങ്ങനെ ചിലത്. പക്ഷെ എന്ത് കാര്യം, സെയിം ഓൾഡ് വീഞ്ഞല്ലേ ഫ്യൂച്ചർ എന്ന കുപ്പിയിൽ കലക്കി തന്നേക്കുന്നത്. ഇനിയിപ്പോ 2040 GT ഹോളിഡേയ്സും ഏതർ സ്കൂട്ടറും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും 2026 അവരുടെ സ്പോൺസർഷിപ്പ് കൊണ്ട് കുറച്ചൊക്കെ ബഡ്ജറ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. കാഞ്ഞ ബുദ്ധി. പെർഫോമൻസിൽ എല്ലാവരും നല്ല ഓവറായിരുന്നു. പ്രദീപ് രംഗനാഥന്റെ മുമ്പിലത്തെ പടങ്ങളും പെർഫോമൻസും ഒന്നുമില്ലെങ്കിലും എന്റർടൈനിങ് ആയിരുന്നു. ഇതില് ആണെങ്കിൽ നല്ല ബോറായിരുന്നു. പുള്ളി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കാര്യമില്ലല്ലോ. ഇതല്ലേ കഥ, കാലത്തിലുള്ളതല്ലേ തവയിൽ വരത്തുള്ളൂ. ഓവർ ദ ടോപ്പ് ആയിട്ട് വന്നാലും രസമുള്ള SJ സൂര്യ വരെ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. 2040 ഇത്രയും ക്യൂട്ട്നെസ്സും ക്രിഞ്ചും ഒക്കെ കൂട്ടിക്കലർത്തിയ ഓൾഡ് സ്കൂൾ നായികയായിട്ട് കൃതി ഷെട്ടിയും നല്ല ബോറായിരുന്നു. പടത്തിലുള്ള ഒറ്റ സ്ത്രീ കഥാപാത്രങ്ങളെ പോലും ഒബ്ജക്റ്റിഫൈ ചെയ്യാത്ത രീതിയിൽ അവതരിപ്പിക്കാതെ സംവിധായകൻ വെറുതെ വിട്ടിട്ടില്ല. കൃതി മുതൽ എന്തിന് അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ഗൗരി ജി കൃഷ്ണനെ വരെ ഐക്യാൻഡി പരുവത്തിലാക്കിയിട്ടുണ്ട്. കൃതിയുടെ അമ്മയായിട്ട് വരുന്ന മാളവിക വരെ ആ ലെവലിലാണ്. അല്ലേലും ഈ ഡയറക്ടറുടെ പടത്തിൽ നയൻതാരയെ മാത്രമേ ട്രഡീഷണൽ അല്ലെങ്കിൽ നല്ല കുട്ടി ഇമേജ് റോളുകളിൽ കാണിക്കാറുള്ളൂ എന്നൊരു ഗോസിപ്പൊക്കെ ഉണ്ട്. SJ സൂര്യയുടെ റോബർട്ട് ഗേൾഫ്രണ്ട് ആയിട്ട് അഭിനയിച്ച നടി അടിപൊളിയാണെന്ന് ചില റിവ്യൂവേഴ്സ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. തേങ്ങയാണ്. അവർ തുണി ഉടുത്താൽ പോലും തുണി ഉടുക്കാത്തതായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂം ഒക്കെ കൊടുത്തുകൊണ്ട് ആ കോഴികൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ആ സ്ത്രീയുടെ മുഖത്താണെങ്കിൽ ഒരു റോബോട്ടിന്റെ ഭാവം പോലും വരുന്നില്ല. യോഗി ബാബു ഒക്കെ നല്ല വെറുപ്പിക്കൽ റോളിൽ വേറെ ഉണ്ട്. പിന്നെ പടത്തിലെ ഏറ്റവും ക്രിഞ്ച് റോള് നായകന്റെ അപ്പനായിട്ട് വന്ന സീമാന്റെയാണ്. ദോഷം പറയരുതല്ലോ. ടെക്നിക്കലി പടം നൈസാണ്, നല്ല കളർഫുൾ ആണ്, ക്യാമറ നല്ലതാണ്, മ്യൂസിക് കൊള്ളാം, നല്ല റിച്ച് ആയിട്ട് തോന്നുന്ന പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നല്ല റിച്ച് ആയി മാറി കഴിഞ്ഞപ്പോൾ ഇതിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത വിഘ്നേഷ് ശിവന് സാധാരണ മനുഷ്യർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കഥ എഴുതാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു എന്നതാണ് പ്രശ്നം. നിനക്ക് അതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു മോനെ. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥാപശ്ചാത്തലമൊക്കെ ആണെങ്കിലും പഴയ ഓഞ്ഞ പ്രേമകഥ തന്നെയാണ് ഇതിനുള്ളത്. അതിങ്ങനെ വലിപ്പിച്ചും വെറുപ്പിച്ചും 2.5 മണിക്കൂർ മണ്ടയിലാക്കിയേക്കുന്നു, അത്രമാത്രം. ഇപ്പോഴാണ് ബോളിവുഡ് പോലും ഇതുപോലുള്ള കഥയൊന്നും എടുക്കുന്നില്ല. പടത്തിന്റെ ലാസ്റ്റ് ആണെങ്കിൽ റോബോട്ടിനെയൊക്കെ വെച്ചൊരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ക്രിഞ്ചിന് പോലും നാണം വരും. ഏതായാലും പടത്തിന് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ഇൻഷുർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഇമോഷൻസോ അതെന്ത് സാധനം, അതൊക്കെ നമ്മൾ മറന്നുപോകും. ടോട്ടലാ എനക്ക് കെട്ട വാർത്ത പേസുவது പിടിക്കാതെ ആന இந்த പൊട്ടപ്പടം பார்த்த பிறகு எப்படி കെട്ട വാർത്ത വരാമേ இருக்கும். സോ ദിസ് ഈസ് ആൻ അവരാധം പടം, കാട്ടവരാധം പടം, കുപ്പപ്പടം, മൊക്കപ്പടം. പറഞ്ഞിട്ട് തീരുന്നില്ലല്ലോ ഭർത്താവെ. ദയവ് സെഞ്ച് നിങ്ങളുടെ വില പിടിച്ച സമയത്തെ നീങ്ക താൻ കാപ്പാത്തിക്കണം. இந்த ഉലകത്തിലെ ഉயிருള്ള ഓഡിയൻസുക്ക് 3 വയസ്സ് ബുദ്ധിയല്ല അണ്ണ. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് പണ്ണാതെ കുഞ്ചാക്കോ പുറിഞ്ചുക്കോ വരട്ടുമാ. ലവ് യു ടു നിജമാ, ഐ ലവ് യു ടു.